ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വേസ് പാണക്കാടൻ. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? ലിറ്ററലി ഒരു സൈഡ് വേസ് ട്രാപ്പ് തന്നെയായിരുന്നു അല്ലേ മാർക്കറ്റ്. കാരണങ്ങൾ ഒരുപാടുണ്ട്. ആ ഒരു ബജറ്റിൻ്റെ അല്ല, ഇൻകം ടാക്സ് ബില്ല് അത് പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ആയിട്ടില്ല മീൻസ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവും, ബട്ട് ബാക്കിയുള്ള ഓഡിയൻസിന് വായിക്കാൻ കിട്ടുന്ന രീതിയിൽ ഇതുവരെ പ്രസൻറ്റ് ആയിട്ടില്ല, സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ് ആ ഒരു ന്യൂസ് അവിടെ കിടക്കുന്നുണ്ട്. സോ മാർക്കറ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഫാക്ടർ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് മാർക്കറ്റിലും ഇന്നൊരു പ്രോപ്പർ ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല. പ്രോപ്പർലി സെല്ലേഴ്സിൻ്റെ കൺട്രോളുള്ള ഒരു എക്സ്പയറി തന്നെ ആയിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു എൻ്റെ ട്രേഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. ഞാൻ പറഞ്ഞ ലെവലിൻ്റെ താഴെയായിട്ട് തന്നെയാണ് എൻ്റെ എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് എൻട്രിയിലേക്ക് വന്നു പ്രീമിയം ഡിക്ക് കാരണമാണ്. അതായത് ഞാൻ താഴത്തേക്ക് തന്നെ ആയിരുന്നു ട്രേഡ്. ഞാൻ റോങ് ഡയറക്ഷനിലേക്കൊന്നും ട്രേഡ് എടുത്തിട്ടില്ല. മാർക്കറ്റിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്കൊന്നും ട്രേഡ് എടുത്തിട്ടില്ല. മാർക്കറ്റിൽ പി എൻ എ ഉണ്ടായിരുന്നത്, ബട്ട് ഇവഞ്ച്വലി വന്നിട്ട് പ്രീമിയം നല്ലതുപോലെ ഡീക്കെ ആക്കി സ്റ്റോപ്പ് ലോസ് അടിച്ചു മാറി നിന്നേ ഉള്ളൂ. എൻ്റെ ഒറ്റ ട്രേഡോട് കൂടി പരിപാടി അവസാനിപ്പിച്ചു. കാരണം അന്ന് രാവിലെ ഞാൻ സൈഡ് വേസിൻ്റെ ഒരു മണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ അപ്ഡേറ്റിനോ കാര്യത്തിനോ നിന്നിട്ടില്ല. കാരണം അത് സൈഡ് വേസ് ആണ്, പ്രീമിയം അതിനകത്ത് മൂവ് ആവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പിന്നെ അഭ്യാസങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നതാണ് നമ്മുടെ അക്കൗണ്ടിൻ്റെ ആരോഗ്യത്തിന് നല്ലതെന്ന് പറയുന്നത്. ആൻഡ് മാർക്കറ്റിൽ നല്ലൊരു ട്രെൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ മറ്റന്നാളോ ഒക്കെ ആയിട്ട് നമുക്ക് ദിവസങ്ങളുണ്ടല്ലോ, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ദിവസങ്ങളുണ്ട്. ബട്ട് ലോസിനെ കൺട്രോൾ ചെയ്യേണ്ട ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ ലോസിനെ നമ്മൾ കൺട്രോൾ ചെയ്തേ മതിയാവൂ എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100-200 പോയിന്റിൻ്റെ മൂവ് അപ്പോ സൈഡിലേക്കും പിന്നെ എഗെയിൻ താഴത്തേക്ക് ഒരു 200 പോയിന്റിൻ്റെ മൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് അതും എന്തായിരുന്നു, മോർണിംഗിൽ ഉണ്ടാക്കിയ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ടായിരുന്നു. അതിൻ്റെ പുറത്തേക്കുള്ള ഒരു പിന്നെ ട്രേഡോ കാര്യങ്ങളൊന്നും മാർക്കറ്റ് കാണിച്ചു തന്നിട്ടില്ല. സോ ക്ലിയർലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ഷനലി ആയിട്ടുള്ള ഒരു ട്രേഡോ മൂവോ കാര്യങ്ങളൊന്നും ആയിട്ട് കഴിഞ്ഞ ദിവസവും നമുക്ക് കിട്ടിയിട്ടില്ല, ഇന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ആൻഡ് സ്റ്റിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, 50,000 എന്ന് പറഞ്ഞ ലെവലിനെ പ്രോപ്പറായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ പിന്നെ 500 എന്ന് പറഞ്ഞ ലെവലിനെയും പ്രോപ്പറായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. വരും ദിവസങ്ങളിലേക്ക് നമുക്കൊരു മൂവും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. ആൻഡ് അത് ഇത് ഡയറക്ഷനിലേക്കാണ് കിട്ടുക എന്നുള്ളത് പടച്ചോനെ അറിയുള്ളൂ, നമുക്ക് നോക്കി തന്നെ കാണേണ്ടി വരും. ആൻഡ് പറഞ്ഞു കേൾക്കുന്നത് തിങ്കളാഴ്ചയാണ് ആ ബില്ല് വരിക എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഞാൻ അത്രത്തോളം ഷുവറൊന്നുമല്ല, ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിൻ്റെ ഭാഗത്തേക്ക് ഞാൻ നോക്കാറില്ല. ബട്ട് ഇന്ന് ഞാൻ ന്യൂസിൻ്റെ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. കാരണം അതിനകത്ത് GBP AUD നല്ലൊരു പൊസിഷൻ ഇരിക്കുന്നുണ്ട്. ഇന്നലെ എടുത്തിട്ടുള്ളതാണ്. ഇന്നലെ രാവിലെ ലൈവ് ക്ലാസ്സിൻ്റെ ഇടയിൽ നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് അതിനെ സ്റ്റിൽ ഹോൾഡിംഗ് ആണ്. അത്യാവശ്യം നല്ല ഒരു പ്രോഫിറ്റ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ കുറേ വളവന്മാരുണ്ട് കേട്ടോ. അവന്മാർ ഞാൻ എൻട്രി എടുത്ത ആ ഒരു പോയിന്റിൽ നിന്ന് അവർ എൻട്രി എടുത്തു, എന്നിട്ട് നല്ലൊരു പ്രോഫിറ്റ് ആപ്പ് ബുക്ക് ചെയ്തു. എഗെയിൻ ആ ഒരു പോയിന്റിലേക്ക് വന്നപ്പോൾ അവിടുന്ന് വീണ്ടും ഷോർട്ട് ചെയ്തു. അങ്ങനെയൊക്കെയായിട്ടുള്ള കുറച്ച് ആളുകളും കൂടി ലൈവിലുണ്ടായിരുന്നു. സോ പിന്നെ ഇന്നൊരു 4 ന്യൂസ് GBPക്ക് വരാനുണ്ട്. സോ അതെന്താവും എന്നുള്ളത് കണ്ടറിയാം. എൻ്റെ ഒരു ടാർഗറ്റ് റേഷ്യോ അതിനകത്ത് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു 1:15 എങ്ങാണ്ടാണ്. പിന്നെ സോ വലിയൊരു ട്രേഡാണ് അത്. ഡയറക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതേപോലത്തെ 1-2 ട്രേഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രേഡാണത്. ടാർഗറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നോക്കാമെന്ന്. അത് ചെറിയ SL ഉള്ളൂ, വളരെ ചെറിയ SL. എനിക്ക് തോന്നുന്നു ഒരു 100 പോയിൻറ്റ്സിൻ്റെ അങ്ങാണ്ട് SL വരുന്നുള്ളൂ. എൻ്റെ അക്കൗണ്ടിൽ വെച്ചിട്ടാണോ ഞാൻ ഈ 100 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, അല്ലാണ്ട് കാശിന് വല്ലായിട്ടോ അങ്ങനെയൊന്നുമല്ല. ആൻഡ് അതിന് ഇങ്ങനെ അർത്ഥമില്ല നാളെ പോയിട്ട് നിങ്ങളും 100 പോയിൻറ്റ്സിൻ്റെ USD SL എടുക്കുക എന്നുള്ളതല്ല. 100 USD എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആണ്. ബട്ട് എൻ്റെ അക്കൗണ്ട് സൈസ് വെച്ചിട്ട് ഞാനത് എടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും അതൊന്നും പിന്നെ ഞാൻ ആ പറഞ്ഞതിനെ ഈ ഒരു രീതിയൊന്നും വായിച്ചു വെച്ചേക്കരുത്. സോ എന്തായാലും അതിനകത്ത് വലിയൊരു ടാർഗറ്റിനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. സോ അതുകൊണ്ട് സ്റ്റിൽ അത് ഹോൾഡിങ്ങിലാണെന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ ഇപ്പം ഇതിനകത്തുള്ള കഥ എന്ന് പറഞ്ഞാൽ. ആൻഡ് അഗെയിൻ നമ്മുടെ മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണലി ഒരുപാട് കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ലാണ്ട് കിടക്കുന്നുണ്ട്. അതായത് ട്രംപിന് ഓരോ ദിവസവും ഓരോ തോന്നലുകളുടെ പുറത്ത് ഓരോരോ കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെ മാർക്കറ്റ് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ് ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ അഗ്രസീവായിട്ട് നമുക്ക് ഒരു കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. 23,500 എന്ന് പറഞ്ഞ റേഞ്ച് ഒരു ബേസ് റേഞ്ചായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന ലെവലാണ്. ആൻഡ് 50,000 അല്ലെങ്കിൽ 49,900 എന്നുള്ള റേഞ്ച് പ്രോപ്പറായിട്ട് അവിടെ ഒരു ബേസായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ലെവലാണ്. സോ ഈ 2 റേഞ്ചിൻ്റെ മുകളിലായിട്ട് നിൽക്കുമ്പോൾ നൈതർ നമുക്ക് ബൈയിലേക്കും പോകാൻ പറ്റുന്നില്ല, സെല്ലിലേക്കും പോകാൻ പറ്റുന്നില്ല. ബൈയിലേക്ക് എന്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 43 തന്നെയാണ് എഗെയിൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 23,700-800 ആ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പ്രീവിയസ് ഉള്ള ഒരു ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ. അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. 51,500 മുകളിലേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ്, ഒരു 500 പോയിൻറ്റ്സിൻ്റെ റേഞ്ചിൻ്റെ ഉള്ളിലാണ് സ്റ്റിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഓവർ അഗ്രസീവായിട്ട് കാര്യങ്ങളെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഓപ്ഷൻസിൻ്റെ പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കഥ പറയുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്നുള്ള ആഗ്രഹം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ
നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ എക്സ്പയറി ഡേയ്സിൽ ട്രേഡ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് എക്സ്പയറി ഡേയ്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന സ്ട്രൈക്കിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കേണ്ടത് നിർബന്ധമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണത്. ഒരു ചാർട്ട് നമ്മൾ നോക്കുമ്പം സി ഓർ പി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പയറി ഡേയ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് എന്താ പറയുക, ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓപ്ഷൻസിൻ്റെ ചാർട്ടിൽ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റും. ഓപ്ഷൻസിൻ്റെ ചാർട്ടിൽ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് നോക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമ്മളൊരു വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഏതെന്നറിയോ? ഹീറോ സെറ്റപ്പിൻ്റെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി. സോ ഓപ്ഷൻസിൻ്റെ ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസിൻ്റെ ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു റെസിസ്റ്റൻസിനെ പോലും മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടായില്ല എന്നുള്ളതാണ് റിയാലിറ്റി. മാർക്കറ്റ് ഓരോ റെസിസ്റ്റൻസിൻ്റെ പോയിന്റിലേക്ക് പോകുമ്പോഴും ഞാൻ ഉണ്ടായിരുന്ന ATM-P ഉണ്ടായിരുന്നത്. അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് വന്നിട്ടുള്ള പോയിന്റ് ഒരു 80 ആണോ 70 ആണോ, സോ ആ ഒരു പോയിന്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് അതിനെ മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ പറ്റാണ്ട് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ നമ്മൾ ഓപ്ഷൻസിൽ ട്രേഡ് എടുക്കുമ്പോൾ എക്സ്പയറി ഡേയ്സിൽ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസിൻ്റെ ചാർട്ടിൽ നമ്മുടെ എപ്പോഴും ഒരു കണ്ണുണ്ടാവുക, അവിടെ ഒരു പ്രോപ്പറായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, അതിനെ ബ്രേക്ക് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നോക്കുക. വൺസ് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മാറിയിരിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. ആൻഡ് അഗെയിൻ നാളെ നമ്മളുടെ വെള്ളിയാഴ്ചയാണ്. സോ നാളെ നമ്മൾ എഡ്യൂക്കേഷണൽ വീഡിയോ ചെയ്യുന്ന ദിവസമാണ്. സോ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെ എല്ലാവരും കൂടി കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രോപ്പറായിട്ടൊരു വീഡിയോ നമുക്കൊരു ടോപ്പിക്കിന് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് എടുക്കാൻ പറ്റും. സോ എല്ലാവരും തന്നെ അത് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഒരുപാട് ന്യൂസുകളോ കാര്യങ്ങളൊന്നും പറയാനില്ല. സൈഡ് വേസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാറിയിരിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റിൻ്റെ ആ ഒരു റേഞ്ച് കണ്ടിട്ടാണ് എനിക്കിന്നൊരു സൈഡ് വേസ് ആണെന്നുള്ളൊരു ചിന്ത വന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു സൈഡ് വേസിൻ്റെ വാർണിംഗ് തരുന്നത്. ആൻഡ് ഫസ്റ്റ് മെസ്സേജ് ഇറ്റ്സെൽഫ് ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. ഓവർ അഗ്രസീവ് ആവരുത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓവർ അഗ്രസീവ് ആവരുത് എന്നുള്ള രീതിയിലല്ല, ഓവർ അഗ്രസീവ് ആവരുത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇവർ ഇത് തന്നെയാണല്ലോ പറയണേ എന്നുള്ള രീതിയിലായിരിക്കും ചിന്ത ഉണ്ടാവുക. അത് പറയണത് എൻ്റെ അക്കൗണ്ടിനെ സെക്യൂർ ആക്കാനല്ല, നിങ്ങളുടെ അക്കൗണ്ടിനെ സെക്യൂർ ആക്കാനാണെന്നുള്ള ചിന്തയൊന്നും അവിടെ ഉണ്ടാവില്ല. ഇവൻ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇപ്പം കുറച്ച് കാലം മുമ്പ് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഇതൊക്കെ കാണുമ്പോൾ ഞാൻ നന്നായിട്ട് ചിരിക്കാറുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ നിനക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടൂലേ, എന്ത് കിട്ടുമെന്ന് ഈ പറയണേ, നമ്മുടെ ചാനലിന് എത്ര വ്യൂ ഉള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നല്ലേ. കറണ്ട് ബില്ല് കൊടുക്കാനുള്ളത് കിട്ടും, ആൻഡ് ഓഫീസിൻ്റെ വാടക കൊടുക്കാനുള്ളത് ചിലപ്പോൾ കിട്ടും. അത്രയൊക്കെ തന്നെ കിട്ടാറുള്ളൂ കേട്ടോ, ടു ബി ഫ്രാങ്ക്. അതുകൊണ്ട് നമ്മളിത് ഈച്ച് ആൻഡ് എവറി ഡേ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കാര്യങ്ങൾ മനസ്സിലാവാണ്ട് ആരെങ്കിലും കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. സോ ഇന്ന് മാർക്കറ്റിൽ അവിടെ റേഞ്ച് ഉണ്ട്, ആ റേഞ്ചിൻ്റെ ഉള്ളിൽ എക്സ്പയറി സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാവുമ്പോഴാണ് ഞാൻ എന്ത് പറയുന്നത്, ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക, ക്വാണ്ടിറ്റിനെ ചെറുതാക്കിയിട്ട് മാത്രം പ്ലാൻ ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. യൂഷ്വലി ഞാനതൊന്നും പറയാത്ത മനുഷ്യനാണ്. എല്ലാ ദിവസവും എൻ്റെ മെസ്സേജിൽ പ്രോപ്പറായിട്ട് ക്യാൻഡിൽ ക്ലോസിന് കാത്തിരിക്കുക എന്നുള്ള രീതിയിലൊന്നും ഉണ്ടാവാറില്ല. ഇന്ന് ബട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സാണ്. മാർക്കറ്റിനെ വായിക്കുമ്പോൾ മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളാണ്, പ്രൈസിനെ റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ഈ ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇന്നുള്ള ദിവസങ്ങൾ പോലെ വന്നേക്കാം, ഒരു സംശയവുമില്ല. നമ്മളൊരു ഓപ്ഷൻ ബയ്യറാണ്. പ്രീമിയം നമ്മുടെ ഡയറക്ഷനിലേക്ക് മൂവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രീമിയം DK വരും, SL ഹിറ്റ് ആവും. ബട്ട് അതിനകത്തും ഹാപ്പി ആയിട്ടുള്ള പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കാണുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ താഴത്തേക്കായിരുന്നു. ഞാൻ CL SL വാങ്ങിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഹാപ്പി ആവാനായിട്ട് അത്ര മതി. ഞാൻ മാർക്കറ്റിൻ്റെ കൂടെയാണ് പോകുന്നത്. ഈ പരിപാടി എല്ലാ ദിവസവും നടക്കൂല. അപ്പം നമ്മുടെ ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, എല്ലാ ദിവസവും നമ്മൾക്ക് ഒരിക്കലും SL വരുന്നില്ല. ബട്ട് ഇന്ന കാരണങ്ങളാൽ, അതായത് P ഞാൻ എടുത്തു, Pയിൽ പ്രീമിയം DK വന്നതുകൊണ്ട് എനിക്ക് SL കിട്ടി. തൻ്റേതല്ലാത്ത കാരണത്താൽ കല്യാണം മുടങ്ങിയിരിക്കുന്ന യുവാവ് ഞാൻ എനിക്കും വേണ്ടിയിട്ടല്ല പറഞ്ഞത്. അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ മാട്രിമോണിയിൽ കാണുന്നത്. അപ്പം അതുപോലെ നമ്മളുടെ തല്ലാത്ത കാരണത്താൽ നമുക്ക് SL കിട്ടി. ആ SL കിട്ടിയതിന് ശേഷം ഇത് കോസ്റ്റിലേക്കും വന്നു, കോസ്റ്റിൽ നിന്ന് ചെറിയ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കിട്ടും. അത് വേറൊരു റിയാലിറ്റിയാണ്. പ്രീമിയം DK ആയിട്ട് SL വാങ്ങിച്ചു, അതിനുശേഷം അത് കോസ്റ്റും വന്നു, പ്രോഫിറ്റും വന്നു. കണ്ടുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ജനറൽ ഡിസ്കഷൻസ് ഇങ്ങനെ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. സോ നാളത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി നമുക്ക് പ്രോപ്പറായിട്ടൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് സമയം കളയാതെ ചാർട്ടിലേക്ക് പോകാം. എങ്ങനെയായിരിക്കണം നാളത്തെ നമ്മുടെ പ്ലാൻ ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് ഒരു ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹയസ്റ്റ് പോയിൻ്റാണിത്. ഈ ഒരു പോയിന്റ് തന്നെയാണ് ഇന്ന് ഷാർപ്പായിട്ടുള്ള ഫോളോ വന്നിട്ടുള്ളത്. ആൻഡ് ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ നോക്കുമ്പോഴും ഒരു സെൽ ഓഫ് തന്നെയായിരുന്നു മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. ആൻഡ് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് സെയിം സ്റ്റോറി തന്നെയാണ് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നലത്തെ മാർക്കറ്റിൽ ബ്രോക്കൺ ആയിട്ടുള്ള ലെവൽ, അതായത് ഇന്നലെ ഇവിടെ നിന്നാണ് മാർക്കറ്റ് ബ്രേക്ക് ആയിട്ടുള്ളത്.
ആൻഡ് ഈ ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് ഷാർപ്പായിട്ട് താഴത്തേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ആൻഡ് എൻ്റെ ട്രേഡ് ഉണ്ടായിരുന്നത് ഈ ഒരു പോയിന്റിലെ കണ്ടാണ്. അവിടുന്ന് മാർക്കറ്റ് എഗെയിൻ താഴത്തേക്ക് വന്നിട്ടുണ്ട്. ബട്ട് ഈ ഒരു പോക്കിൽ SL ഹിറ്റായി. പ്രീമിയം ഡിക്ക് അത് പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പരിപാടിയാണ്. അതെന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചേ പറ്റുള്ളൂ. സോ ഈ ഒരു പോക്കിൽ വന്നിട്ട് നമ്മുടെ SL ഹിറ്റാക്കി. ആൻഡ് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ടുണ്ട്. എഗെയിൻ പ്രോഫിറ്റിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ട്. ബട്ട് എന്നിരുന്നാൽ പോലും അതൊരു ഡയറക്ഷണൽ മൂവോ അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു മൂവോ ഒന്നുമല്ല. കാരണം അതിനകത്തും ലിറ്ററലി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം DK തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ഇനി നാളത്തേക്കുള്ള ലെവൽസോ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ വാച്ച് ചെയ്ത് നോക്കേണ്ട ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിനെ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്തത്. ഞാനത് ഡൗവിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 480 എന്നുള്ള ലെവലിനെ ഞാൻ എടുക്കുന്നത്. 23,480 എന്നുള്ള ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് എൻ്റെ നാളത്തേക്കുള്ള ഒരു ബ്രോഡർ ലെവൽ എന്ന് പറയുന്നത്. നാളത്തേക്കല്ല, അല്ലാന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിലേക്കുള്ള എൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്നത് നാളത്തേക്ക് ട്രേഡിംഗ് റേഞ്ച് ആയിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് 23,560 എന്നുള്ള ലെവലിനാണ്. 560 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 23,560. ആൻഡ് ഓൺ ദ അപ്പർ സൈഡ് നമുക്ക് 660 എന്നുള്ള ലെവലിനെ കൂടി വാച്ച് ചെയ്യാം. സോ ഈ ഒരു രണ്ട് റേഞ്ചിനെയാണ് നാളത്തേക്ക് ഞാൻ വേണ്ടി വാച്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയി നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു ലെവലിനെ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ട്രേഡിന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ 480 എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിരിക്കണം. അവിടെ എത്തുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റിന് നമ്മളൊരു 75% ബുക്ക് ചെയ്തിട്ടായിരിക്കണം അടുത്ത പരിപാടികൾ ഉണ്ടാവേണ്ടത്. ആൻഡ് 725 എന്നുള്ള ലെവലിൽ നമുക്ക് അടുത്ത അപ്പർ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ 725 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ 790 അല്ലെങ്കിൽ 800 എന്നുള്ള ലെവൽ വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 480ക്ക് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ചെറിയ മൂവ് നമുക്ക് 380 ആ റേഞ്ച് വരെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെയൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് വെൻ കംസ് ടു നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റ് എഗെയിൻ ആൻഡ് എഗെയിൻ സപ്പോർട്ട് എടുക്കാൻ നോക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 50,200 എന്നുള്ള ലെവലാണ്. 50,200 താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 49,980 അല്ലെങ്കിൽ 50,000 എന്നുള്ള ലെവലും. ആൻഡ് അതിന് താഴെയായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ 49,900 എന്നുള്ള ലെവൽ കൂടിയാണ്. 49,900 താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പാനിക്നെസ്സോ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള സെൽ ഓഫോ കാര്യങ്ങളോ മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. സോ ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 49,900 താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 680 ആൻഡ് അതിനുശേഷം 500 വരെയുള്ള ഒരു ടാർഗറ്റിന് നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൺ ദ അപ്പർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50,530 540 എന്നുള്ള ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ലെവലിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് നിൽക്കുമ്പം ഞാൻ ഇതിനകത്ത് അഗ്രസീവായിട്ട് എന്ന് പോലും പറയാൻ പറ്റില്ല. ഞാൻ ഇതിനകത്ത് ട്രേഡ് ചെയ്യാനേ ഇൻട്രസ്റ്റഡ് ആവില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു വോളറ്റൈൽ റേഞ്ചായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് അങ്ങനെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 50,800 ആൻഡ് അതിനുശേഷം 51,000 എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. എഗെയിൻ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നൗ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 23,570 എന്നുള്ള പോയിന്റാണ്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 23,700 എന്നുള്ള പോയിന്റ് കൂടിയാണ്. ആൻഡ് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു ലെവലിൽ നല്ലൊരു ട്രേഡ് വന്നിട്ടുണ്ടല്ലേ. ഞാൻ ഇന്നും ലൈവ് മാർക്കറ്റിൽ ഞാൻ ഈ ലെവലിനെ വരച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അതിനെ വാച്ച് ചെയ്യാൻ വിട്ടുപോയി എന്നുള്ളതാണ്. എന്തായാലും ഒരു സ്ക്രീനും കൂടി വാങ്ങിക്കണം. എന്നിട്ട് വേണം ഒരു 2-3 സ്ക്രീനും കൂടിയൊക്കെ വെച്ചിട്ട് ഇതെല്ലാം കൂടെ വാച്ച് ചെയ്യാനായിട്ട്. ഞാനിത് സ്വിച്ച് ചെയ്ത് പോകാനായിട്ട് ഭയങ്കര മടിയുള്ള മനുഷ്യനാണ് ഞാൻ. സോ എന്തായാലും അതിനകത്തുകൂടി ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കാമല്ലോ നമുക്ക്. സോ ആസ് ഓഫ് നൗ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 12,000 എന്നുള്ള പോയിന്റാണ്. ആൻഡ് ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 11,950 എന്നുള്ള പോയിന്റ് കൂടിയാണ്. സോ ഈ റേഞ്ചിനെ വാച്ച് ചെയ്യാം. ഈ റേഞ്ചിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും നമുക്ക് ക്ലിയർ മൊമെൻറ്റങ്ങൾ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. സോ അനാലിസിസും കാരണം നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളത്തെ എഡ്യൂക്കേഷണൽ വീഡിയോ മറക്കാണ്ട് താഴെ ഒന്ന് പിന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. ബൈ.